ഇന്നത്തെ എൻ്റെ റെസിപ്പി പയറുകൊണ്ട് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പയറുദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫാണ് പച്ചരി എടുത്തേക്കുന്നത്. പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചരി എടുക്കാം. ബാസ്മതി റൈസ് ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ബാസ്മതി റൈസ് എടുത്തേക്കുന്നത്. ഞാനിവിടെ നൈറ്റ് ഫുള്ള് ഇത് കുതിർത്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇതുണ്ടാക്കിയത്. ചെറുപയറും ബാസ്മതി റൈസും 1 ടേബിൾ സ്പൂൺ സാമ്പാർ ഡാലും കൂടാണ് ഞാൻ പയറുദോശയ്ക്ക് ഇവിടെ എടുത്തേക്കുന്നത്. പയറെല്ലാം അരയ്ക്കുന്ന സമയം തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചത്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അരച്ച ഉടനെ തന്നെ ദോശ ഉണ്ടാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഒത്തിരി ലൂസാകാനും പാടില്ല, എങ്കിൽ അധികം തിക്കാകാനും പാടില്ല. ഇതേമാതിരി ഇരിക്കണം. നമുക്ക് ഈ ദോശയ്ക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കണം. അതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ പൊട്ടുകടലയില്ലേ, പൊട്ടുകടല നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും ടൊമാറ്റോ, ചെറിയ ഉള്ളി, ഒരു ഹാഫ് സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായി വഴറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവണം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയിടാം. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അത് അരച്ചെടുക്കാം. ആ ടൊമാറ്റോയുടെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണേ. നമ്മുടെ ടൊമാറ്റോയ്ക്കൊരു പുളിയുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പുളി ചേർക്കാൻ. എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം. കടുകിൻ്റെ കൂടെ ഞാൻ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചട്നിയിൽ ഒഴിച്ചു കൊടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നേ. ഞാൻ ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഒട്ടും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇച്ചിരി തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ചേർക്കാം. ഈ ടൊമാറ്റോയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ വഴറ്റിയൊക്കെ അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നേ. ഇനി നമുക്ക് പയറുദോശ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ദോശക്കല്ലിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം തളിച്ച് നല്ല തുടച്ചതിന് ശേഷം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം മാവ് നല്ല തിന്നായിട്ട് പരത്തണേ, എന്നാലേ നെയ് റോസ്റ്റ് പോലെ വരത്തുള്ളൂ. ദോശയുടെ മുകളിൽ ഞാൻ നെയ്യാണ് ഒഴിച്ചേക്കുന്നത് 4 സൈഡും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, നല്ലെണ്ണ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പക്ഷേ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഈ എണ്ണയോ നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ പയറുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഈ ചട്നിയും കൂട്ടി കഴിക്കണം. അടിപൊളി ടേസ്റ്റായിരുന്നേ. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്.